വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എഗ് ചപ്പാത്തി റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും, പക്ഷേങ്കിൽ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയുമാണ്. അപ്പോൾ ഈ ചപ്പാത്തി എഗ് റോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട് ചെറുത്, അത് ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അതേപോലെ തന്നെ ഒരു 2 ക്യാരറ്റ് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്താണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചിക്കൻ ഉള്ളത് കൊണ്ട് കുറച്ച് ചിക്കനും കൂടെ ചേർക്കുന്നുണ്ട്. ചിക്കൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത അടാറ് ടേസ്റ്റും കൂടാണ്, അല്ലെങ്കിൽ തന്നെയും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ ഓയിലിനകത്ത് ചെറുതായിട്ടൊന്ന് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കുക. സവാളയും വെജിറ്റബിളും എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിക്കിട്ടിയാൽ മാത്രം മതി, അല്ല നല്ലപോലെ ഒന്ന് വഴണ്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാതെ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാതെ തന്നെ ഇതിൻ്റെ പച്ചക്കുത്ത് മാറ്റിയെടുക്കാതെ അല്ലാതെ കഴിക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അതിനകത്ത് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നാരങ്ങനീരൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അങ്ങനെ നമുക്ക് ചപ്പാത്തി റോളിനകത്ത് വെച്ച് കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചച്ചവയൊന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്ന് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചിക്കൻ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല, വേണ്ടവർക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കനിൽ ചേർത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അപ്പോൾ അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഗരം മസാല. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയി വരട്ടെ. നമ്മുടെ ഇതിനകത്തെ മെയിൻ വില്ലനാണ് നമ്മുടെ എഗ്ഗ്. നമ്മുടെ മുട്ടയ്ക്കകത്ത് കുറച്ച് ഉപ്പും ചേർത്ത് കുരുമുളകും ചേർത്ത് നമ്മൾ ആവശ്യത്തിന് 4 മുട്ടയും എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നല്ല അടിച്ച് പതപ്പിച്ചു. അപ്പോൾ ചപ്പാത്തി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പാക്കറ്റ് ചപ്പാത്തിയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കാൻ പോവുകയാണ്. നമ്മൾ കുറേശ്ശെ മുട്ട ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മുട്ട ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് വേവുന്ന സമയം നമ്മൾ നല്ലപോലെ നാവുന്നതിന് മുമ്പിട്ട് തന്നെ നമ്മൾ ചപ്പാത്തി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ചട്ടുകം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ ചപ്പാത്തി ആ മുട്ടയിലേക്ക് പിടിച്ചിരിക്കത്തുള്ളേ. നല്ലപോലെ വെന്തതിന് ശേഷം ചപ്പാത്തി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമായില്ല. നമ്മൾ തിരിച്ചിടുന്ന സമയത്തൊക്കെ അത് ഇളകി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ രീതി മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക. അപ്പോൾ നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ട് വേണം റോൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യമേ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സവാള, ക്യാരറ്റ്, ഈ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം എടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾ മാത്രം എടുക്കുക. നമുക്കിങ്ങനെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. കുറേച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതേപോലെ ചിക്കൻ വേണമെന്നില്ല. ഇത് ചിക്കൻ ചേർത്ത് വേണമെങ്കിൽ നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഞാൻ ചിക്കൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് ചേർത്തത്, അല്ല ചിക്കൻ ചേർക്കണമെന്നില്ല. ചിക്കൻ ചേർത്ത സൂപ്പർ ടേസ്റ്റാണ്, അല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്ന സോസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്, റെഡ് ചില്ലിയാണ് ചേർക്കുന്നത്, അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റിൽ നമുക്കിത് കഴിക്കാൻ തയ്യാറാക്കുകയും ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ എഗ് റോള് ചപ്പാത്തിയുടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.